തിരുവനന്തപുരത്ത് നിന്നും. ശ്രീമതി സബീന, താങ്കൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കൂടുതൽ ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഹായ് കിരൺ, ആക്ച്വലി എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും നമ്മൾ അങ്ങനെ വലിയ പ്രസക്തിയൊക്കെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം പുള്ളി കാലാകാലങ്ങളിൽ ഓരോന്ന് പറയും. ഇപ്പൊ ഇതില് വർഗീയത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നമ്മൾ കൂടുതൽ വർഗീയതയൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം പുള്ളി ഇത് തന്നെയാണ്, വയസ്സായ ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ ചില നമ്മൾ കടുത്ത വാക്കുകളിലേക്ക് പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ പുള്ളി ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നത് പുള്ളി ആരെങ്കിലും സന്തോഷിപ്പിക്കാനാണോ ഇത് സംസാരിക്കുന്നതെന്നാണ്. കാരണം പുള്ളി ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഭാഗം, കാരണം പുള്ളി സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അത് ആര് എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം കുറച്ച് ദിവസം മുമ്പ് CPM CPI തമ്മിലുള്ള ഒരു തർക്കം വരുമ്പോൾ പുള്ളി CPI അടച്ചാക്ഷേപിക്കുന്നു. അപ്പൊ അവിടെ വേറൊരാളിനെ സന്തോഷിപ്പിക്കുന്നു. ഇതുകൊണ്ട് പുള്ളിക്ക് വലിയ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പുള്ളി ഇവിടെ ലൈവാണ്, ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരിക, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക. പിന്നെ ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്നത് പുള്ളി കുറച്ച് ഫേമസ് ആകും, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ പുള്ളിയെ കുറിച്ച് സംസാരിക്കുന്നു. അത് നല്ലതാകട്ടെ മോശമാകട്ടെ, എന്നെ കുറിച്ച് കുറച്ച് പേര് സംസാരിക്കണം. അതിനപ്പുറത്തേക്ക് പുള്ളി പറഞ്ഞതുപോലെ പുള്ളി ഈ വയസ്സുകാലത്ത് തൂങ്ങിച്ചാകാനൊന്നും ശ്രമിക്കരുത്. അത് വളരെ മോശമായി പോകും. കാരണം ഇത്രയും വയസ്സായ ഒരു മനുഷ്യൻ തൂങ്ങിച്ചാകുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ്. അതുകൊണ്ട് പുള്ളി അതൊന്നും ചെയ്യരുത്. അപ്പൊ പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളല്ല ഇത്. പുള്ളിക്ക് എന്തോ ഓരോ സമയങ്ങളിൽ തോന്നുന്ന വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ. കാരണം പുള്ളി വിഭ്രാന്തി കൊണ്ട് ആരെയോ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രമാണ്. ഇതിൽ ഒരു വർഗീയതയും ഇല്ല. നമ്മൾ വർഗീയമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് കേരളത്തിന്റെ പല വിഭാഗങ്ങൾക്കിടയിലുള്ള വലിയൊരു പ്രശ്നത്തിന് കാരണമാകും. അതിന് നമ്മൾ വഴിവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ ഗൗരവത്തിൽ കാണേണ്ടതില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? അതെ, ഇത് ഗൗരവമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിക്ക് എന്തോ പ്രാധാന്യമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നും. ഇത്രയും വലിയ ഗൗരവമുള്ള സ്ഥാനത്തൊക്കെ വഹിക്കുന്ന ഒരാളാണ്, അതാണ് വിഷയം. ആയിക്കോട്ടെ, പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് അത്രയും വലിയ പ്രസക്തി അതല്ലെന്നുണ്ടെങ്കിൽ ആ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവര് സംസാരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള വാല്യൂ വേണം. ആ വാല്യൂ പുള്ളി കീപ്പ് ചെയ്യാത്തിടത്തോളം കാലം ആൾക്കാർക്ക് പുള്ളിക്ക് കൊടുക്കുന്ന സ്ഥാനവും അത്ര തന്നെ ആയിരിക്കും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് സബീന. ആ ഗൗരവം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സബീന പറയുന്നത്. മനോജാണ് മാരാരിക്കുളത്ത് നിന്നാണ്. മാരാരിക്കുളംകാരനായ മനോജിന് വെള്ളാപ്പള്ളി നടേശനെ ചിലപ്പോൾ വ്യക്തിപരമായും കൂടുതൽ അറിയാൻ കഴിയുന്ന ഒരാളായിരിക്കും. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ വിലയിരുത്തുന്നത്? വെള്ളാപ്പള്ളിയെ മാത്രമല്ല സാർ, നമസ്കാരം. വെള്ളാപ്പള്ളിയെ മാത്രമല്ല, നമ്മൾ ശരണ്യ സ്നേഹത്തിന്റെ അടുത്താണ് എന്റെ വീട്. എവിടെയാണ്? അയൽവാസിയാണ്. ശരണ്യ സ്നേഹൻ നമ്മുടെ അയൽവാസിയാണ്. ശരി, ശരണ്യയുടെ അയൽവാസിയാണല്ലേ? ഓക്കെ, ശരി. അതെ. രണ്ടാമതൊരു കാര്യം, ഇപ്പൊ ഇതില് വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ തന്നെയാണ്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ. ഇപ്പൊ ഷാജി, മുസ്ലിം ലീഗിന്റെ ഷാജി, അവൻ ഗൾഫിൽ പോയിരുന്നിട്ട് പറഞ്ഞതിനെ പറ്റി ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് കൃത്യമായ കാര്യമാണ്, വളരെ കൃത്യമായ കാര്യമാണ്. ഒരു മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് ഭാഗങ്ങളിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചെന്നാൽ ഇവരുടെ മുസ്ലിംസിന്റെ പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു നോയമ്പ് കാലങ്ങളിൽ ചെന്നാൽ ഭക്ഷണം പോലും കിട്ടത്തില്ല, കട തുറക്കാൻ പറ്റത്തില്ല. ശ്രീ മനോജ്, നോയമ്പ് കാലത്ത് നോയമ്പെടുക്കുന്ന ആളുകൾ സ്വാഭാവികമായും ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവിടെ കട തുറക്കില്ല. അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആൾ വന്നെങ്കിലല്ലേ കട തുറക്കേണ്ടതല്ലോ. അവിടെ കട തുറക്കെങ്കിൽ അവിടെ ആവശ്യം പോലെ നിങ്ങൾ ഈ പറയുന്നത് വെച്ച് ചിന്തിച്ചാൽ മറ്റു മതക്കാരും ഒക്കെ ഉണ്ടല്ലോ. അല്ലാതെ ആരെങ്കിലും വന്ന് നിങ്ങൾ തുറക്കുന്ന കട ഇവിടെ തുറക്കരുതെന്ന് പറയും. കോഴിക്കോട് നഗരത്തിൽ അങ്ങനെ ഒരു വിഷയമില്ലല്ലോ. മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിൽ ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും കൂടുതൽ കടകൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് കൂടുതൽ മുസ്ലിങ്ങളായിരിക്കും. അവർ നോയമ്പെടുത്തിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ പകൽ നേരങ്ങളിൽ കട തുറക്കില്ല. അവിടെ കച്ചവടം ഇല്ലാത്തതുകൊണ്ടാണ് കട തുറക്കാത്തത്. കച്ചവടം ഉണ്ടെങ്കിൽ വേറെ ആളുകളും തുറക്കില്ലേ? അല്ല, മറ്റു മതസ്ഥരെ കടയും തുറപ്പിക്കുന്നില്ല. അങ്ങനെ തടയുന്നില്ലല്ലോ ആരെങ്കിലും. മനോജ്, എവിടെയെങ്കിലും മലപ്പുറത്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു കട തുറന്നാൽ ആ കട ബലമായി പോയി തുറക്കരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും തടയുന്നുണ്ടോ? ഇല്ലല്ലോ. വാസ്തവമുണ്ട്, സത്യമാണ്. ഞാൻ മനോജിനോട് ചോദിച്ച വിഷയം ഇതാണ്. ഏതു സ്ഥലത്തായാലും ആളുകൾ കടയിൽ വരാൻ ആളുണ്ടെങ്കിൽ ഒരു മതക്കാരൻ അല്ലെങ്കിൽ മറ്റൊരു മതക്കാരൻ അത് തുറക്കും. ആ കച്ചവടമാണ് പ്രധാനം. കച്ചവടക്കാർക്ക് വേറെ മതവും ജാതിയൊന്നുമില്ല, അവരുടെ പ്രധാനം കച്ചവടം തന്നെയാണ്. ആളില്ലെങ്കിൽ അവർ തുറക്കില്ല, അത് സ്വാഭാവികമല്ലേ? ഞാൻ വെള്ളാപ്പള്ളിക്ക് 100% മാർക്ക് കൊടുക്കുന്നു. ഇതിൽ കുറച്ച് വാസ്തവമുണ്ട്, ഇല്ലാത്ത കാര്യമല്ല. ശരി, താങ്കൾക്ക് അങ്ങനെ മാർക്ക് കൊടുക്കാനുള്ള അവകാശം സ്വാഭാവികമായിട്ടും ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകളല്ലേ. അതിനകത്ത് നിങ്ങളുടെ നിലപാട് നിങ്ങൾ പറയുന്നു, മറ്റുള്ള നിലപാട് അവർ പറയുന്നു. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനയെ കാണുന്നത്? സാറേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ വല്ലതും പറയാവൂ പ്ലീസ്.
ശരി. ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോ KPCC യോഗം കൂടിയിട്ട് തീരുമാനിച്ചു 5ാം മന്ത്രിസ്ഥാനം കൊടുക്കണ്ടെന്ന്. അതിനകത്ത് ഉണ്ടായിരുന്ന ആള് കൊല്ലത്ത് വന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം താലത്തിൽ വെച്ച് കൊണ്ടുവന്ന് കൊടുത്തു. കാരണം 15 സീറ്റുള്ള മുസ്ലിം ലീഗ് വലിക്കുമെന്ന് പറഞ്ഞു. അന്ന് 74 സീറ്റാണ് UDF-നുള്ളത്. ഇവരാണ് നിശ്ചയിക്കുന്നത് കോൺഗ്രസിൽ ആര് ഭരിക്കണോ ആര് ഭരിക്കണ്ടെന്ന്. പിന്നെ AK ആന്റണി ഭരിച്ചുകൊണ്ടിരുന്നപ്പോ AK ആന്റണി കഴിവ് കുറവാന്ന് പറഞ്ഞ് പിന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഇവിടുത്തെ KPCC പ്രസിഡന്റും കൂടെ ഡൽഹിക്ക് പോയി. എന്നിട്ട് മാറ്റിയിട്ട് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കി. ഓർമ്മയുണ്ടോ അത്? എന്നിട്ട് AK ആന്റണി കരഞ്ഞു ഇവിടുന്ന് പോയി. ഇത് നിശ്ചയിക്കുന്നത് പാണക്കാട് തങ്ങന്മാരും കുഞ്ഞാലിക്കുട്ടിയുമാണെന്ന് തുറന്നു പറഞ്ഞു അന്ന് AK ആന്റണി. അതുപോലെ തന്നെ ഇപ്പൊ അങ്ങേര് പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞു, കാസർഗോഡ് കട തുറക്കാൻ സമ്മതിക്കുന്നില്ല SDPI-ക്കാര് പിന്നെ നോയമ്പിന്റെ കാലത്ത്. എന്തിനേറെ വളരെ എല്ലാ കാര്യത്തിലും ഇവർക്ക് സൈഡ് നിൽക്കുന്ന ഈ രാജൻ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ കട തുറപ്പിക്കാൻ കഴിയാത്തത്ര വലിയ ശക്തിയായി ഈ SDPI ഒക്കെ ഉണ്ടോ? ഉണ്ട്. എവിടെയാണ് ഇവർക്ക് അത്ര വലിയ കരുത്തുള്ളത്? കാസർഗോഡും മഞ്ചേരിയിലോട്ടൊക്കെ ചെല്ലു സാറ് വിട്ടിരുന്നോണ്ടല്ല പറഞ്ഞു. ഞാൻ കാസർഗോഡും മഞ്ചേരിയും ഒക്കെ പോകുന്ന ആള് തന്നെയാണ് ശ്രീ രാജൻ. ഞാനും പോകുന്ന ആള് തന്നെയാണ്. അവിടെ കട തുറക്കുന്നില്ല നോയമ്പ് കാലത്ത്. അത്തരം മേഖലകളിൽ ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിൽ ഹോട്ടലുകൾ പകൽ നേരത്ത് തുറക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ തുറക്കാത്തതിന് കാരണം എന്താ? പകൽ ആ ഹോട്ടലിൽ ചെല്ലാൻ ആളില്ലാത്തതുകൊണ്ടാണ് തുറക്കാത്തത്. അവിടെ ആളുണ്ടെങ്കിൽ തുറക്കും. അല്ലെങ്കിൽ ഒരാൾ തുറന്നു വെച്ചാൽ നിങ്ങളുടെ കട അടക്കണം എന്ന് പറഞ്ഞു ആരെങ്കിലും വന്ന് ബലമായി അടപ്പിക്കുമോ? കാരണം അവിടെ അടപ്പിച്ച ചരിത്രമുണ്ട്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയായിരുന്നു KPCC പ്രസിഡന്റ്. അങ്ങർക്ക് പിന്നെ പിണറായിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്, മാറ്റമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടെ ചെന്ന് പ്രഷർ ചെയ്തിട്ടാണ് VD സതീശനെ ആക്കിയത്. ഇപ്പൊ VD സതീശനെ മാറ്റണം, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് നടന്നുകൊണ്ടിരിക്കുക. ശ്രീരാജൻ അങ്ങനെയൊന്നും അല്ല, വേറെ ഘടകകക്ഷികളുടെ പ്രഷറിലൊന്നും അല്ല രമേശ് ചെന്നിത്തല മാറിയതും VD സതീശനായതും. ഞാനും ഈ രാഷ്ട്രീയമൊക്കെ പിന്തുടരുന്ന അതിന്റെ വാർത്തകൾ പിന്തുടരുന്ന ആളുകളൊക്കെ തന്നെയാണ്. നമ്മൾ കേരളത്തിലെ എന്തായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ അത്തരം മാറ്റങ്ങളൊക്കെ ഞങ്ങളും നിങ്ങളും എല്ലാം കാണുന്നതാണ്. നമ്മൾ ആ തരത്തിലല്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. AK ആന്റണിയുടെ മാറ്റത്തിലൊക്കെ ലീഗിന്റെ പങ്കുണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല മാറി VD സതീശനായത് ലീഗിന്റെ എന്തെങ്കിലും കടുംപിടുത്തം കൊണ്ടൊന്നുമല്ല. എന്തിനേറെ കോൺഗ്രസിന്റെ മന്ത്രിമാരെ പോലും തീരുമാനിക്കുന്ന പാണക്കാട്ടുന്ന. അതെങ്ങനെയാണ് ശ്രീരാജൻ കോൺഗ്രസിന്റെ മന്ത്രിമാരെ പാണക്കാടും തീരുമാനിക്കും? അത് ഏത് മന്ത്രിയാണ് അങ്ങനെ പാണക്കാടും തീരുമാനിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം ഒരാളിനെ ആക്കാൻ പോയത് അങ്ങനെ മാറ്റി. ആരാണ് രാജൻ ഈ പാണക്കാട് എന്ന് തീരുമാനിച്ച ഒരു കോൺഗ്രസിന്റെ മന്ത്രി ആരാണ്? നമ്മൾ ആരോപണം ഉള്ള ആരോപണങ്ങൾ പറയണം. പക്ഷെ അത് കടത്തി പറഞ്ഞങ്ങ് വല്ലാതെ കടത്തി പറയുന്നു. ഇത് സീക്രട്ടാണ്. അല്ലാതെ ആരാണ് രാജൻ പറയൂ? ഈ VD സതീശനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചിട്ട് ആക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി. കാരണം VD സതീശനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ച ആദ്യ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആ വാർത്ത ആദ്യമായി ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അടിച്ച ആളാണ് ഞാൻ. എങ്ങനെയാണ് VD സതീശൻ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറിയതെന്ന് കൃത്യമായിട്ട് അറിയാം. അതെല്ലാം അവർ തന്നെ പിന്നീട് VD സതീശനും ഒക്കെ G കാർത്തികേയനും ഒക്കെ പിന്നീട് പല കാലത്ത് അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്.